ആരുടേതാണ് ആ തേര്? പാലക്കാടിന്റെ മണ്ണും മനസ്സും ഇളക്കി മറിച്ച കൊട്ടിക്കലാശം, ആവേശക്കടലൊരുക്കി മുന്നണികൾ. ഞങ്ങളാണ് ജയിക്കുകയും സമന്വയിച്ച സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തിയത് കേരളമാകെ. ആരു ജയിക്കും പാലക്കാട്ട്? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ശ്രീ കെ ശബരിനാഥൻ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് എസ് സുരേഷ് BJP-യിൽ നിന്ന്, വി വസീഫ് CPM-ൽ നിന്ന്. ഒറ്റ ചോദ്യമാണ് എനിക്ക് 3 പേരോടുമുള്ളത്. അതുകൊണ്ട് ഒരാളോട് ആദ്യം ചോദിക്കണമല്ലോ. ഒരാളോട് അത് ചോദിച്ചു എന്നതിൽ പരിഭവിക്കേണ്ടതുമില്ല. എന്റെ അടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ തന്നെ അഡ്വക്കേറ്റ് എസ് സുരേഷ് ആയതുകൊണ്ട്, ശ്രീ സുരേഷ്, നിങ്ങൾ ജയിക്കുമോ? നിങ്ങൾ ജയിക്കുമെങ്കിൽ എന്തുകൊണ്ട്? ഞങ്ങൾ ജയിക്കും. ചരിത്രത്തിൽ വലിയ ഒരു മുന്നേറ്റമാണ് പാലക്കാട്ട് BJP സൃഷ്ടിക്കാൻ പോകുന്നത്. അവിടുത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറാണ്. ആ മണ്ണിൽ 20 വർഷത്തിലേറെയായിട്ട് ജനപ്രതിനിധിയായിട്ട് നിന്ന്, ആ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് നിന്ന്, പാർലമെൻറ്റിൽ മത്സരിച്ച് അവിടുത്തെ ഓരോ വീടും ഓരോ വോട്ടറെയും നേരിട്ടറിയാൻ പറ്റുന്ന സ്വാഭാവികമായിട്ട് മണ്ണിൻ്റെ ലീഡർ, ആ നാടിൻ്റെ ലീഡർ, ആ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി, നരേന്ദ്രമോദിയുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറും അതോടൊപ്പം തന്നെ ദേശീയപാതയും റെയിൽവേ സ്റ്റേഷൻ വികസനവും അമൃത് പദ്ധതിയും ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികൾക്കും നേതൃത്വം കൊടുക്കാൻ ആ നാടിൻ്റെ പ്രാപ്തനായിട്ടുള്ള മനുഷ്യൻ, അതാണ് C. കൃഷ്ണകുമാർ. അതുകൊണ്ട് C. കൃഷ്ണകുമാർ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ജയിക്കുമെന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. ഇന്നത്തെ കലാശക്കൊട്ട് അത് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ കെ ശബരിനാഥൻ, നോക്കൂ, മണ്ണിന്റെ നേതാവാണ് C. കൃഷ്ണകുമാർ എന്നാണ് പറയുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമോ? ജയിക്കുമെങ്കിൽ എന്തുകൊണ്ട്? ഒരു സംശയമില്ലാതെ പറയാം, വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രീ ഷാഫി പറമ്പിൽ എന്ന MLA നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച, അതോടൊപ്പം ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ജനകീയ വിഷയങ്ങൾ, അതിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ 2ാം സർക്കാരിൻ്റെ തകർച്ചയും കേന്ദ്ര സർക്കാരിൻ്റെ തകർച്ചയും ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും സാധാരണക്കാരനായിട്ടുള്ള പാലക്കാടത്തെ വോട്ടറിന് കേരള സർക്കാരിനോടൊരു വിരുദ്ധതയും, അതോടൊപ്പം കാൻഡിഡേറ്റിൻ്റെ മികവിലും കൂടി തന്നെ തീർച്ചയായിട്ടും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. മണ്ണിൻ്റെ മണമൊക്കെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മണ്ണിൻ്റെ മണം കാരണമാണ് BJPയുടെ ഏറ്റവും ആ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് വന്നത്. അപ്പോൾ നെഗറ്റീവിലേക്കൊന്നും കിടക്കുന്നില്ല. അവിടുത്തെ ബെറ്റർ കാൻഡിഡേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവിടുത്തെ ബെറ്റർ മുന്നണി UDF ആണ്. നല്ല പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒറ്റക്കെട്ടാണ് UDF. മികച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ലഭിച്ചതിനേക്കാളും മികച്ച ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ 23-ാം തീയതി പാലക്കാട് വിജയിച്ച് ജനപ്രതിനിധിയായിരുന്നു. ശ്രീ വി വസീഫ്, നോക്കൂ, നേരത്തെ MP രാജേഷ് പറയുകയായിരുന്നു, ഞാൻ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു ജനസാഗരം ഞാൻ കണ്ടിട്ടില്ല എന്ന്. P. സരിനെ ജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും മുന്നണിക്ക്? അതെ മാധു, ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, P. സരിൻ എന്ന് പറയുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു IAS-കാരൻ പാലക്കാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ എതിർ ക്യാമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടത് 10 വിക്കറ്റുകളാണ്. 10 വിക്കറ്റുകൾ. പ്രഗത്ഭരായിട്ടുള്ള 10 പേരാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് അവർ നിർത്തിയ സ്ഥാനാർത്ഥിയിലും അവരുടെ കോക്കസിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇന്ന് പോലും ഈ മുനിസിപ്പാലിറ്റിയുടെ മണ്ണിൻ്റെ ഗന്ധമുള്ള 3 ടേം കൗൺസിലറായ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കോൺഗ്രസ്സുകാരൻ രാജിവെച്ച് ഇന്ന് പോലും ഞങ്ങളുടെ പ്രസ്ഥാനത്തോടൊപ്പം സരിനോടൊപ്പം ചേരുന്ന കാഴ്ച കണ്ടത്. ഇവിടെ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു വികസനത്തെക്കുറിച്ച്. ഇവിടെ വന്നവർക്കറിയാം, ഈ നമ്മുടെ സംസ്ഥാനത്തെ നഗരകേന്ദ്രങ്ങളുടെ നഗരകേന്ദ്രങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും മോശം വികസന പ്രവർത്തനം നടത്തിയ പ്രദേശമാണ് പാലക്കാട് എന്ന് ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഈ നഗരപ്രദേശത്തിന്റെ കാര്യം നേരത്തെ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചു. BJPയുടെ ഇവിടെ ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരസഭ, ഏക ജില്ല, ഇവിടെ ഒരു ജില്ലാ കേന്ദ്രം ഇവിടെ പാലക്കാടായിരിക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം ഇവിടെ പണി പൂർത്തീകരിക്കാതെ 45 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് പോലും അതിൻ്റെ ഫോളോ അപ്പ് എടുക്കാതെ വെറുതെ തറക്കല്ലിടൽ ചടങ്ങ് മാത്രം നടത്തി സെൽഫി എടുത്ത് നടക്കുന്ന MLA ആയിരുന്നു ഈ മണ്ഡലത്തിലുണ്ടായിരുന്നത്. ആ MLAക്ക് കൂടിയുള്ള തിരിച്ചടിയായിരിക്കും ഡോക്ടർ സരിനിലൂടെ ഈ നാട് നൽകുന്നത്. ഈ നാട്ടിലെ സകല മനുഷ്യരുടെയും പിന്തുണയോടുകൂടി
വലിയ ഭൂരിപക്ഷത്തിന്, പാലക്കാട് മണ്ഡലം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിന് ഡോക്ടർ പി സരിൻ ഈ നാടിൻ്റെ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന MLA ആയി തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, നമുക്കിനിയിപ്പോ 10-15 ദിവസം നീണ്ട വലിയ പ്രചാരണം, വലിയ വെല്ലുവിളികൾ, വാഗ്വാദങ്ങൾ, വിവാദങ്ങൾ, ഇതൊക്കെയാണ്. നമുക്ക് ആദ്യത്തെ ഒരു അവകാശവാദത്തിന് അപ്പുറത്തേക്ക് അതിന്റെ ഒരു കണ്ടന്റിലേക്ക് പോകാം. ശ്രീ എസ് സുരേഷ്, നോക്കൂ, ഏറെ വിവാദങ്ങൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ്. പാലക്കാട് നിങ്ങളെ ഏറെ കൊതിപ്പിച്ചൊരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ. കപ്പിനും ചുണ്ടിനും ഇടയിലാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ വെല്ലുവിളികൾ, നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോയത്, ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഈ അവസാന നിമിഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മാധു, അവിടെ നമ്മളൊന്ന് കാണേണ്ടത്, പാലക്കാട്ട് ജനങ്ങൾ അവിടെ വസ്തുസ്ഥിതി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ 20-ാം തീയതി വോട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഇവിടെ അവിടുത്തെ ഒരു കാർഷിക, നമ്മുടെ ഈ പാലക്കാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ് എന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. ആ നെല്ലറ ഇന്ന് അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിടുകയാണ്. അവിടുത്തെ നെൽകർഷകർക്ക് താങ്ങുവില നൽകാൻ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് താങ്ങുവില നൽകുന്നത് കേരളമാണ്. 243 രൂപയാണ് ഈ കേരള സർക്കാർ താങ്ങുവിലയായിട്ട് കുറച്ചിരിക്കുന്നത്. മാത്രമല്ല, തെങ്ങ് കർഷകർ, അവിടുത്തെ നെൽകർഷകർ മുഴുവൻ ഈ സർക്കാർ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. അവരെ കൊണ്ട് അവരുടെ ആധാർ വെച്ച് ലോൺ എടുപ്പിച്ച് സംസ്ഥാന സർക്കാർ പൈസ അടയ്ക്കാത്തതിൻ്റെ പേരിൽ സിബിൽ സ്കോർ ഇല്ലാതെ, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാതെ, ലോൺ എടുക്കാൻ കഴിയാതെ, കൂലിപ്പണി ചെയ്യാൻ കഴിയാതെ അവിടുത്തെ കർഷകരെ മുഴുവൻ ട്രാപ്പിലാക്കിയിരിക്കുന്ന വഞ്ചകനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം വാഴുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു കർഷകൻ്റെ പ്രതിഷേധം അവിടെയുണ്ട്. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പ്രതികരിക്കാൻ VD സതീശനോ അവിടുത്തെ MLAക്കോ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. അവിടുത്തെ ക്ഷേമ പെൻഷനുകൾ 3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്നു. ആ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ ദരിദ്രജന വിഭാഗങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവർ, യാതന അനുഭവിക്കുന്നവർ, ഈ ഇടതുപക്ഷ സർക്കാരിനും അവർക്ക് കൂട്ടുനിൽക്കുന്ന അവിടുത്തെ MLAക്കും VD സതീശനുമെതിരെ പ്രതികരിക്കാൻ രാഷ്ട്രീയവും വാഗ്വാദങ്ങളും വിവാദങ്ങളുമല്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായ ഈ പറയുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ്, സർക്കാരിനെതിരായ ചിന്തകളാണ് വോട്ടാവുക. തീർച്ചയായിട്ടും. മാത്രമല്ല അവിടെ അതിഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിനോ CPMനോ സാധിക്കുന്നു. അത് കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വഖഫിന്റെ കണ്ണിൽപ്പെട്ടിരിക്കുന്നു. വഖഫിൻ്റെ അധീനതയിലാണ് എന്നൊരു പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ച സമയത്ത് വഖഫിൻ്റെ ചെയർമാനും സഖാവുമായിട്ടുള്ള വ്യക്തിയോട്, ഇവിടുത്തെ വഖഫ് മന്ത്രിയോട് പത്രക്കാർ ചോദിച്ചു, കൽപ്പാത്തി ഇതിനകത്ത് കുടുങ്ങുന്നതാണോ, വഖഫിൻ്റെ കണ്ണിൽപ്പെട്ടതാണോ, വഖഫിൻ്റെ ലിസ്റ്റിലുള്ളതാണോ? ആ സമയത്ത് കേരളത്തിൻ്റെ സഖാവായിട്ടുള്ള നമ്മുടെ വസീഫിൻ്റെ മന്ത്രി പറഞ്ഞു, വഖഫിൻ്റെ കയ്യിൽ ഏതൊക്കെ സ്ഥലമുണ്ട് ഇല്ല എന്ന് പറയാനൊന്നും ഞാൻ ബാധ്യസ്ഥനല്ല, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന് മുനമ്പം ഉൾപ്പെടെയുള്ള ആൾക്കാരെ കടലിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഒരു പ്രമേയം ഐകകണ്ഠേന പാസാക്കിയ അസംബ്ലിയാണിത്. താലിബാന് സമാനമായിട്ട് ഒരു പ്രമേയം പാസാക്കിയ അസംബ്ലിയുടെ പ്രയോക്താക്കളാണ് വസീഫും ശബരിനാഥും. അപ്പോൾ ഇത് മുനമ്പത്തെക്കാരെ മാത്രമല്ല കടലിലേക്ക് എറിയുന്നത്, വയനാട്ടുകാരെയും അതോടൊപ്പം തന്നെ കൽപ്പാത്തിക്കാരെയും അങ്ങനെയുള്ള നൂറാണിക്കാരെയും ധോണിക്കാരെയും ഉൾപ്പെടെ പാലക്കാട്ടെ ആൾക്കാരെ ഉൾപ്പെടെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി കേരളത്തിന്റെ അസംബ്ലിയിൽ പ്രമേയം പാസാക്കി, വഖഫ് അനുകൂല പ്രമേയം പാസാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന 80% വരുന്ന കേരള ജനതയ്ക്കെതിരാണ് ഇവർ പ്രമേയം പാസാക്കിയത്. ആ ജനത ഇവർക്കെതിരെ ശക്തമായി പ്രതികരിക്കും എന്നുള്ളതാണ് മറ്റൊരു വശം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു, അത് എന്നിട്ട് അവർ ഉത്തരം പറയട്ടെ, അതിന് പിന്നെ ഞാൻ പറഞ്ഞാൽ മതി. ഇനി മറ്റൊന്ന്, ഇവിടെ ശബരിനാഥിന്റെ പാർട്ടി അവിടുത്തെ മതേതര വോട്ടിന് വേണ്ടിയാണ് പരക്കം പായുന്നത്. മതേതര വോട്ടെന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ വോട്ട്. SDPIക്കാർ, VD സതീശൻ SDPIക്കാരെ വിളിച്ചിരുത്തി, ശ്രീനിവാസനെ കൊന്ന കൊലയാളികളെ വിളിച്ചിരുത്തി, അതോടൊപ്പം തന്നെ സഞ്ജിത്തിനെ കൊന്ന കൊലയാളികളെ വിളിച്ചിരുത്തി, അവിടെ ഗ്രീൻ ആർമിയുടെ പേരിലും ഗ്രീൻ സ്ക്വാഡിന്റെ പേരിലും SDPIക്കാരൻ കൈപ്പത്തിക്കും രാഹുലിനും വേണ്ടി വോട്ട് ചോദിച്ചു. അത് അവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണ്. അതേസമയം അതിന് ബദലായിട്ട് വസീഫിന്റെ പാർട്ടിക്കാർ PDPക്കാരനെ രംഗത്തിറക്കിയിട്ട്
തിരിച്ചുള്ള പ്രതികരണം ഇതൊക്കെയാണ് ആരോപണം. ഈ അവസാന നിമിഷവും വലിയ ഉറക്കെ പറയുന്ന ആരോപണങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ഇതൊക്കെ തന്നെയാണ്. ശ്രീ കെ ശബരിനാഥ്, വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, അതിനപ്പുറത്തേക്ക് SDP വോട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ കോൺഗ്രസിനെതിരെ ഉയരുന്ന ചോദ്യമാണ്. അതിൽ കൃത്യമായ മറുപടി പറയാൻ കോൺഗ്രസിന് നേതാക്കൾ കഴിയുന്നില്ല എന്നൊരു ആരോപണം CPM-ഉം BJP-യും എല്ലാം ആവർത്തിച്ചുന്നയിക്കുകയാണ്. ഈ അവസാന നിമിഷം വെല്ലുവിളിയാകുമോ അത്തരം ആരോപണങ്ങൾ? അല്ല, തീർച്ചയായിട്ടും എനിക്ക് ആദ്യമേ ശ്രീ സുരേഷിനോട് പറയാനുള്ളത്, ഇലക്ഷൻ വന്നു പോവും, പക്ഷെ നമ്മുടെ നാട് നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു ചാനൽ ചർച്ചയിൽ ഒരുപക്ഷെ 2 വോട്ട് കിട്ടാൻ വേണ്ടി വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്കുള്ള ഒരു അസ്ഥിരത ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പറയട്ടെ, അത് ഇലക്ഷൻ അപ്പുറത്തേക്ക് ഒരു പൊതു വിഷയമായിട്ട് നമ്മളതിനെ കാണേണ്ടതാണ്. ഇപ്പോൾ വഖഫ് ബന്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കാണുന്നത്, ഇന്ന് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നതാണ്. ആ പ്രശ്നം സെറ്റിൽ ചെയ്യേണ്ടത് ലീഗലായിട്ട് നിയമപരമായിട്ടും സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ്. ഗവൺമെൻറ് നിർഭാഗ്യവശാൽ ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം 22-ാം തീയതിയാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വളരെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായി ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള പാണക്കാട് മുമ്പത്തിലെ ശ്രീ പാണക്കാട് സാദിഖ് അലി തങ്ങളും അതോടൊപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിയും അവരോടൊപ്പം ലത്തീൻ രൂപതയിലെ ആ മെത്രാൻ സമിതിയിലുള്ള 16 മെത്രാന്മാരും ഒരുമിച്ച് ഇന്ന് വരാപ്പുഴയിൽ നിന്ന് അവർ ചർച്ച നടത്തിയിട്ടുണ്ട് രൂപത ഓഫീസിൽ. അതിൽ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അവരെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ അനുസരിച്ച് ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ളൊരു പോസിറ്റീവ് സ്റ്റെപ്പ് അത് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗമായിട്ടുള്ള ആളുകളുമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അത് ഒരു സൈഡിൽ നിന്ന് ലീഗ് മാത്രം പറഞ്ഞൊരു കാര്യമില്ല. ആ ഒരു വിഷയത്തെ അതെ, അതിലേക്ക് ഞാൻ വരാം. അടുത്ത ഞാൻ പറഞ്ഞ ജനകീയ വിഷയങ്ങളെന്ന് ശ്രീ സുരേഷ് പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സർക്കാരിനെതിരെയുള്ള വലിയ ഈർഷ്യ സാധാരണക്കാരെ ആളുകൾക്കുണ്ട്. നെൽകർഷകരെ ഇല്ലാതാക്കുന്ന അവസ്ഥ ശ്രീ പിണറായി വിജയൻ സർക്കാർ ചെയ്യുമ്പോൾ, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സാധനങ്ങളുടെ വില, ഗ്യാസിൻ്റെ വിലക്കുള്ള കാര്യങ്ങൾ പാലക്കാടത്തെ ആളുകൾ നിങ്ങൾക്ക് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് വിഷയമുണ്ട്. അതേപോലെ തന്നെ ഞാൻ അസീഫ് ഒരു കാര്യം അംഗീകരിക്കുന്നു, ഏറ്റവും മോശപ്പെട്ട കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി, ഇത്രയധികം സാധ്യതകളുള്ള, ഇത്രയധികം അമൃത് സ്കീം പദ്ധതികൾ വന്നിട്ട് പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇടാൻ പറ്റാത്ത ഒരു മുനിസിപ്പാലിറ്റിയായി പാലക്കാട് മുനിസിപ്പാലിറ്റി അതപ്പതിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ശ്രീ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വസീഫ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സർക്കാരിൻ്റെ പരാജയമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ MLA ഒരു UDF-കാർ എനിക്കെതിരെ നിയമസഭയിൽ എത്രയോ തവണ അവിടെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അതേ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ വളരെ വിഷമത്തോടെ ശ്രീ ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ പല മന്ത്രിമാരും അത് മറുപടി പറയുമ്പോൾ പോസിറ്റീവ് മറുപടി പറയും. പക്ഷെ അത് കഴിഞ്ഞ് പറയുമ്പോൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ്, നെഗറ്റീവ് പൊളിറ്റിക്സ് കാരണമാണ്. അപ്പോൾ അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും UDF മുന്നോട്ട് വരണം എന്നുള്ള വിശ്വാസമുണ്ട്. ഇനി SDP-യുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇവിടെ UDF-ന് വേണ്ടി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എല്ലാ ആളുകളുടെയും വോട്ട് വന്ന് എല്ലാ ജനവിഭാഗങ്ങളും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ട് തന്നെ UDF വിജയിക്കും. അവിടെ വളരെ പോസിറ്റീവായിട്ട് എല്ലാ ആളുകളും ഈ സർക്കാരിനോടുള്ള വിരുദ്ധതകൾ കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു സംഘടനയുടെയും ഒരു സമുദായത്തിൻ്റെയും കയ്യിൽ അവരുടെ പോക്കറ്റിൽ വെച്ചിരിക്കുന്നതല്ല വോട്ട്. കൃത്യമായി പാലക്കാടുള്ള നല്ലവരായിട്ടുള്ള വോട്ടർമാർ വലിയ കണക്കിൽ വന്ന് നല്ലവരായിട്ടുള്ള, അതിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, നാസ്തികനുണ്ട്, എല്ലാ ആളുകളും വന്ന് UDF-ന് വോട്ട് ചെയ്തൊരു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നത്. സാമുദായിക വോട്ട് എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. SDP എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനയുടെ അവർ തെരഞ്ഞെടുപ്പുകളിലധികം മത്സരിക്കുന്നവരാണ്. അവരുടെ വോട്ട് വേണോ, അതൊരു രാഷ്ട്രീയ സഖ്യ വോട്ടായി നിങ്ങൾക്ക് വേണോന്നാ ചോദിച്ചത്, അല്ലാതെ സാമുദായിക വോട്ട് വേണമെന്ന് ഞാൻ ചോദിച്ചില്ല. SDP എന്ന് തീരുമാനം എടുക്കുന്നത് SDP എടുക്കുന്ന തീരുമാനത്തിൽ യെസ് ഓ നോ പറയാൻ കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല, UDF-ന് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ കൃത്യമായിട്ട് കോൺഗ്രസിന് എല്ലാ ആളുകളുടെയും ഈ സർക്കാർ മാറണം, കേന്ദ്ര സർക്കാർ മാറണം, ജനങ്ങൾക്ക് വിശ്വാസം കോൺഗ്രസിനാണ്, ജനങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, നിങ്ങളത് വാങ്ങും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ആര് വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ തീരുമാനം എന്താണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ എന്ന്. ആ വിഷയം അവരുടെ ഇന്റേണൽ വിഷയമാണ്. ഇപ്പോൾ CPI ആർക്ക് വോട്ട് ചെയ്യുന്നു, CPM ആർക്ക് വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ RSS ആർക്ക് വോട്ട് ചെയ്യുന്നു, നമ്മുടെ വിഷയമല്ല. അവരെന്തോ പറയട്ടെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ആ ജനങ്ങൾ മതത്തിലുമുള്ള, എല്ലാ ജാതിയിലുമുള്ള, എല്ലാ വിഭാഗങ്ങളിലുമുള്ള, ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകളും കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. മറ്റു കാര്യങ്ങൾ അവർ പറയുന്നതൊക്കെ അവരുടെ വളരെ ഉപരിപ്ലവമായൊരു മറുപടിയാണ്. SDP-യുടെ വോട്ടിംഗ് സ്വഭാവം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പോയി വോട്ട് രേഖപ്പെടുത്തുന്നത് പോലെയല്ല.
ഞാൻ ചോദിക്കുന്നത് ശരി, ഇനി SDP ഉൾപ്പെട്ട അണികളുടെ വോട്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്ക് തർക്കിക്കേണ്ടതില്ല. SDP ആഹ്വാനം ചെയ്യുകയാണ്, ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന്. ആ വോട്ട് നിങ്ങൾക്ക് വേണോ? ഞാൻ പറയുന്നത് ഒരു ഇലക്ഷന് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയും എല്ലാവരും ഒരുമിച്ച് കാത്തിരിക്കുകയാണ്. അത് SDP എന്ന് തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി തീരുമാനമെടുക്കുന്നു, RSS തീരുമാനമെടുത്തിരിക്കുന്നു, VHP എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ വോട്ട് നേടിക്കൊണ്ട് തന്നെ UDF വളരെ കംഫർട്ടബിളായിട്ട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. മറ്റു പാർട്ടികൾ അവരുടെ കാര്യങ്ങളൊന്നും നമ്മുടെ വിഷയമേ അല്ല. ക്ലിയറായിട്ട് പറയുകയാണ് അവരുടെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു BJP ഓക്കെ. ശ്രീ വി വസീഫ്, കടുത്ത ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കും പാലക്കാട്ട്. അവിടുത്തെ നെൽകർഷകർ, അവിടുത്തെ നാളികേര കർഷകർ, അവരുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, അവിടെ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പ്രതിഷേധം, ഇതൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് BJPയുടെ ആരോപണം. CPM-നെതിരെ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഈ പറയുന്ന വോട്ട് ഭിന്നിപ്പിക്കുന്നതിനുള്ള നിലപാട്, മതേതരത്വവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതിനുള്ള നിലപാടാണ് CPM സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്കവിടെ വിജയത്തിന് ഘടകമാകുന്ന കാരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കുള്ള മറുപടി. ഈ BJP പ്രതിനിധികളെ ഇപ്പോൾ കേരളത്തിൽ ചിലർ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വർഗീയമായി സംസാരിക്കാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും കൂടുതൽ വർഗീയ വിഭജനത്തിന് ഞങ്ങൾക്കാണ് സാധിക്കുക, എനിക്കാണ് സാധിക്കുക എന്നുള്ള തരത്തിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. കാരണം എന്താ അറിയോ, കൂടുതൽ വർഗീയത പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്ദീപ് വാര്യരെ പോലെ VD സതീശനും സുധാകരനും ഞങ്ങൾക്ക് കൂടുതൽ ഓഫർ നൽകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ കുറുക്കൻ ബുദ്ധിയൊന്നും കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകൾ സ്വീകരിക്കില്ല. വഖഫ് പ്രശ്നമൊക്കെ ഏറ്റവും സമാധാനപരമായി ഈ നാട് ആഗ്രഹിക്കുന്നത് പോലെ ഈ കുറുക്കൻ്റെ കൗശലത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട്, അത് ദേവസ്വത്തിൻ്റെ ഭൂമിയും മനുഷ്യരുടെ ഭൂമിയും വഖഫിൻ്റെ ഭൂമിയും എല്ലാം നിയമപരമായി ഈ നാടിൻ്റെ മുന്നിൽ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആ കുറുക്കൻ്റെ കൗശലമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. അത് കൂടുതൽ വർഗീയത പറഞ്ഞാൽ കോൺഗ്രസിൽ നിങ്ങൾക്ക് ഒരവസരം കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ ഓഫർ സുധാകരനോ VD സതീശനോ നൽകും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ പറയുന്ന ഭരണവിരുദ്ധ വികാരം, അതെ, ഈ മുനിസിപ്പാലിറ്റിക്കെതിരെയുള്ള തീവ്രമായ വികാരം ഏറ്റവും ഷാർപ്പായി ഈ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കും. കാരണം എന്താണെന്നറിയോ, ഇവിടെ കൗൺസിൽ തെരഞ്ഞെടുപ്പ് വന്നാൽ ഞാൻ തന്നെ, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഞാൻ തന്നെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ഞാൻ തന്നെ, ഏത് മത്സരം ഉണ്ടായാലും ഞാൻ എന്ന രീതിയിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിനെതിരെ വ്യാപകമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവുമില്ല, BJPയുടെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവരില്ല, അവർ രംഗത്തേ ഇല്ല. BJP അപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. മെട്രോമാന് കിട്ടിയ വോട്ട് എങ്ങനെയാ ഇവിടെ ഈ പറയുന്നത് പോലെ എല്ലാവരെയും വെറുപ്പിച്ച് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. ഇവിടെ മെട്രോമാന് കിട്ടിയത് ഈ പാലക്കാട്ടെ വിദ്യാഭ്യാസത്തിന്, കഴിവിന്, പ്രാപ്തിക്ക് കൊടുക്കുന്ന വോട്ടാണ്. അത് ഡോക്ടർ സരിന് കിട്ടും. ആ മെറിറ്റിന്, അദ്ദേഹത്തിൻ്റെ കഴിവിന്, പ്രാപ്തിക്ക് ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന 1.5 വർഷക്കാലയളവിലേക്ക് മാത്രമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു MLA ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിന് വോട്ട് ചെയ്യും. ഒരു മുനിസിപ്പൽ ടൗൺ ഹാൾ പൊളിച്ചിട്ടിട്ട് 8 വർഷമായി മാധു, ഇവിടെ 8 വർഷം പ്രേതാലയം കണക്കെ ഇവിടെ ഇരിക്കുക ആ മുനിസിപ്പൽ ടൗൺ ഹാള്. അതിൻ്റെ മുമ്പിൽ പോയിരുന്ന് ഈ പറയുന്ന തരത്തിൽ എല്ലായിടത്ത് പോയും കല്യാണപ്പുരയിൽ പോയി റീൽ ചെയ്യുന്ന, റീൽസ് ഇട്ട് സെൽഫി എടുത്ത് നടക്കുന്ന ഇവിടുത്തെ MLAക്ക് ആ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ പോയി ഇതാ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ ടൗൺ ഹാളിൻ്റെ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ പോസ് എങ്കിലും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു താല്പര്യമുണ്ട് എന്ന്. ഒരു താല്പര്യവുമില്ല. ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് 45 കോടി രൂപയാണ് ഗവൺമെൻറ് അനുവദിച്ചത് ഇവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്, ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്. എന്നിട്ട് എന്താ ഇവിടുത്തെ MLA അതിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാത്തത്? ബഹുമാന്യനായ V അബ്ദുറഹ്മാൻ സ്പോർട്സ് കാര്യ വകുപ്പ് മന്ത്രിയോട് DYFയുടെ ഭാരവാഹി എന്നുള്ള നിലക്കും ഞാനും ഡോക്ടർ സരിനുമൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ് 4 വർഷമായി ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാൻ നടക്കുന്നു, നിങ്ങളൊരു ഫോളോ അപ്പ് എടുക്കുക, അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് നീങ്ങ് എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം പറയാണ്, സരീനും ഇവിടുന്ന് ജയിച്ചു വന്നാൽ ഒരു തർക്കവും വേണ്ട, ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഭരണം ഈ
കേരളത്തിൽ ഈ ഭരണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിന് മുമ്പ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കുമെന്ന്. അങ്ങനെ എല്ലാം കട്ടപ്പുറത്താണ് ഈ പാലക്കാട്. രാത്രി ഒന്ന് ഇറങ്ങി നടക്കാൻ പോലും പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലുള്ള അവസ്ഥ മാധുവിനറിയാലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കൂരാകൂരിരുട്ട, ഇവിടെ ഒരു ലൈറ്റ് പോലും ഇല്ല. ഇങ്ങനത്തെ നഗരസഭ, ഇവിടുത്തെ നഗരസഭയിലെ റോഡുകൾ നോക്ക് നിങ്ങൾ, പൊട്ടിപ്പൊളിഞ്ഞിരിക്കുക. എന്നിട്ട് ഒരിക്കൽ പോലും ഈ നഗരസഭക്കെതിരെ ഒരു സമരം നടത്താൻ ഇവിടുത്തെ കോൺഗ്രസിന് ഒരു സമയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടുത്തെ MLAക്ക് അതിനൊരു ഉത്തരവാദിത്തമില്ലേ? ഈ MLAക്ക് ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഒരു ഉത്തരവാദിത്തമില്ലേ? ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. അദ്ദേഹം കല്യാണത്തിനും സൽക്കാരത്തിനും മാത്രം സമയം കണ്ടെത്തുന്നു. ഒറ്റ കാര്യം കൂടി ഞങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ക്ലിയറല്ലേ രാഷ്ട്രീയം CPM വന്നാൽ കൊടുക്കാവുന്നല്ലേ അദ്ദേഹം ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഇടപെട്ടിട്ടില്ല ശബരി. വളരെ മാന്യമായി ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ പറയുമ്പോൾ വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നതാണ്. പിന്നെ നിങ്ങൾ മെഡിക്കൽ കോളേജിനെ അല്ലല്ലല്ല പണം അനുവദിച്ചു. ഇതിന്റെ വർക്ക് ഫോളോ അപ്പ് എടുക്കുക, ഇതിന്റെ പിന്നാലെ പോകാൻ ഒരു MLAക്ക് ഒരു താല്പര്യം വേണ്ടേ? ഒരു താല്പര്യവുമില്ല, ഒന്നും ചെയ്യില്ല. ഇത് നിങ്ങൾ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരോട് ആത്മാർത്ഥമായി ചോദിക്ക്. അവർ പറഞ്ഞു തരും ഈ പാലക്കാടിന്റെ അവസ്ഥ. അത്രയും വികസന മുരടിപ്പാണ് ഇവിടെ, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളിവിടെ വന്നപ്പോഴല്ലേ ഞെട്ടിപ്പോയി ഈ പാലക്കാട് നഗരത്തെ കുറിച്ച് ഓർത്ത്. അത്രയും പ്രയാസകരമായ സാഹചര്യമാണ് ഇവിടെ, ഒട്ടും വികസനം ഇല്ല. പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങളൊക്കെ പറയാറുണ്ട് ഈ കല്ലിട്ട് പോകുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ്. ഈ മെഡിക്കൽ കോളേജ് അവരുടെ കാലത്ത് തന്നെ അതിൻ്റെ പെർമനന്റ് അഫിലിയേഷൻ റദ്ദ് ചെയ്യപ്പെട്ടതാണ്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ ഇല്ലാത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ പോലെ വ്യാജ പ്രസിഡന്റ് ആകാം, എന്നാൽ വ്യാജ ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ. ഈ കുട്ടികളെ വ്യാജ ഡോക്ടറാക്കാൻ പറ്റുമോ? പറ്റില്ല. മെഡിക്കൽ കോളേജിന് അംഗീകാരം പോലും ഉണ്ടായിരുന്നില്ല. ഈ ശബരി, എന്നെ കേൾക്കുന്ന ശബരി പറയട്ടെ, അവരുടെ ഭരണകാലത്ത് എത്ര കോടി രൂപയാണ് ഈ മെഡിക്കൽ കോളേജിന് അനുവദിച്ചത് എന്ന് പറയട്ടെ. മെഡിക്കൽ കോളേജിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള പിന്നീടുള്ള ഇവിടെ മന്ത്രിയായതിനു ശേഷമാണ് മെഡിക്കൽ കോളേജിന് ശാപമോക്ഷം ഉണ്ടായത്. അഫിലിയേഷൻ പോലും ഞാൻ പാലക്കാട് പോയപ്പോഴും നിരന്തരമായി അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന പാലക്കാട് ഇതിലൊന്നൊരു സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇവിടെ മന്ത്രി വിളിച്ച യോഗത്തിന് പോലും, മന്ത്രിമാർ വിളിക്കുന്ന യോഗത്തിന് പോലും പങ്കെടുക്കാൻ സമയം കണ്ടെത്താത്ത ഒരു MLA ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇതിനൊന്നും സമയമില്ല. അദ്ദേഹം ഇതിനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഒരു വികസനവും ഇല്ല ഇവിടെ. ഈ മന്ത്രിമാരെയും ഈ ഗവൺമെന്റിനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നാടിന്റെ വികസനത്തിന് നേതൃത്വപരമായി പങ്കുവഹിക്കേണ്ട ആള് ഇവിടെ മോയിൻസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ ഇവിടെ എത്തി. എന്താ അതിന്റെ ഫോളോ അപ്പ് എടുക്കാത്തത്? എന്നിട്ട് ഇദ്ദേഹം പറയാം മുനിസിപ്പാലിറ്റിയെ ഇപ്പോൾ കുറ്റപ്പെടുത്തുക. എന്നാൽ ഈ കുറ്റപ്പെടുത്തൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ ഈ ജനം അദ്ദേഹത്തെ അംഗീകരിക്കായിരുന്നു. അതൊന്നും നടത്തിയിട്ടില്ലല്ലോ. ഒരക്ഷരം BJPക്കെതിരെ മിണ്ടിയിട്ടില്ലല്ലോ. ഈ മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ RSSന്റെ പതാക കെട്ടിയപ്പോൾ ആ പതാക അയച്ചു മാറ്റാൻ പോലും വരാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാര്. ആ പതാക അയച്ചു മാറ്റി അവിടെ ഇന്ത്യൻ പതാക ഉയർത്തിയത് ഞങ്ങൾ DYFI ആണ്. ഈ നാട് ഇല്ലാത്ത പോരാട്ടത്തിന്, വികസന വിരുദ്ധതക്ക് ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയത് ഇവിടെ ഇടതുപക്ഷമാണ്. ശരി സുരേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ശക്തമായി CPM ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പാലക്കാട്ട് കോൺഗ്രസും BJPയും തമ്മിൽ ഇങ്ങനെ ഒരു ഡീലുണ്ട്. നിങ്ങൾ തമ്മിൽ ഭയങ്കര സാഹോദര്യം വേണ്ടതാണ് കേട്ടോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ. പക്ഷെ ഒരു ഡീലിന്റെ സ്വഭാവത്തിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചു പോകാം, അതിന്റെ പരസ്പര ഗുണം രാഷ്ട്രീയമായി നേടിയെടുക്കാമെന്നൊരു രീതിക്കാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കണ്ണുകെട്ടി കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് CPM മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ ഗുണം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് പോലും അതിന്റെ പേരിലാണ് എന്നൊരു വിമർശനം പോലും ഒരു ഘട്ടത്തിൽ CPM ഉയർത്തിയിട്ടുണ്ട്. മാധുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. ഇവിടെ ആരാ മാധു അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്? AK ബാലൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചത് എൻ്റെ സഖാവ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന് വോട്ട് ചെയ്യാതെ മതേതര വോട്ട് മുഴുവൻ ഷാഫിയുടെ മതം നോക്കിയിട്ട് ഷാഫിക്ക് ഞങ്ങൾ കൊടുത്തു.
എന്ന് പറഞ്ഞത് ഷാഫിയുടെ മതം നോക്കിയിട്ട് മതേതര വോട്ട് അങ്ങോട്ട് പോയില്ലേ? ഷാഫി ജയിച്ചത് വോട്ട് പോകുന്ന മതം നോക്കിയിട്ടാണോ? അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല, ഇങ്ങനെ നമ്മൾ തമ്മിൽ തർക്കിക്കുന്നത്. ഷാഫിയുടെ മതം നോക്കി വോട്ട് ചെയ്തു എന്ന് AK ബാലൻ പറഞ്ഞിട്ടില്ല. ഞാൻ മിണ്ടാതിരുന്നാൽ അങ്ങ് പറഞ്ഞ കാര്യം നാട്ടിൽ നാല് പേർ വിശ്വസിക്കില്ലേ? മതേതര വോട്ടുകൾ ഷാഫി പറമ്പലിന് പോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളിലുള്ള വർഗീയ വോട്ടുകൾ വിജയരാഘവന് കിട്ടി. മനസ്സിലാവാൻ വേണ്ടിയല്ല വർഗീയവാദി, ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദി പിണറായി വിജയൻ. ഈ നാട്ടിലെ ഏറ്റവും വർഗീയവാദി പിണറായി വിജയൻ സതീശനാണെന്ന് പറയാൻ ഇതൊരു ജനാധിപത്യപരമായ ചർച്ചയാണ്. എന്നെ പറയാൻ അനുവദിക്കും. അല്ല, അങ്ങേ പറഞ്ഞത് ഞാൻ അനുവദിക്കാം. ഇത് നോക്കൂ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ അങ്ങനെയല്ലേ പോയത്? അല്ല, ഒരൊറ്റ സെന്റൻസ് എനിക്ക് ചോദിക്കണം. ഒരൊറ്റ സെന്റൻസ് എനിക്ക് ചോദിക്കണം. ഞാൻ തയ്യാറാണ്. ഒരു മിനിറ്റ്. ഷാഫിയുടെ മതം നോക്കി വോട്ട് പോയി എന്ന് AK ബാലൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയാം. പറഞ്ഞിട്ടുണ്ടോ? AK ബാലൻ ഞങ്ങളുടെ മതേതര വോട്ട് കോൺഗ്രസിന് പോയെന്ന് പറഞ്ഞു. അതിനർത്ഥം മതം നോക്കി പോയെന്നാണോ? അതിനർത്ഥം മതം നോക്കി പോയെന്നാണോ? അടുത്ത ചോദ്യം അല്ലല്ല, ഞാനും മാധുവായിട്ടല്ലേ. അടുത്ത ചോദ്യം. അപ്പോ CPM-ന് കിട്ടേണ്ട മതേതര വോട്ട് കോൺഗ്രസിന് പോയെങ്കിൽ CPM-ന് കിട്ടിയത് വർഗീയ വോട്ടാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ആണോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. AK ബാലനോടാ ഞാൻ ചോദിക്കുന്നത്. AK ബാലനല്ല, ഞാൻ മാധുസുജി. അല്ല, മാധുവിന് എന്തിനാ AK ബാലന്റെ വക്താവാകും? AK ബാലൻ പറയാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ചോദിക്കും. അല്ല, അതാരാ AK ബാലന്റെ വക്താവാണോ? അല്ല, K സുരേന്ദ്രൻ പറയാത്തത് വസീഫ് പറയട്ടെ, ഞാൻ ചോദിക്കും. AK ബാലൻ മാധു എന്തിനാ AK ബാലന് CPM-ന്റെ വക്താവും CPM-ന്റെ വക്താവല്ല. മതം നോക്കി ഷാഫിക്ക് വോട്ട് ചെയ്തു എന്ന് AK ബാലൻ പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു എന്ന് പറ, ഞാൻ സമ്മതിക്കാം. ഞാൻ പറഞ്ഞത് AK ബാലൻ പറഞ്ഞതിന്റെ സാരാംശം എന്ന് പറയുന്നത്, AK ബാലൻ പറഞ്ഞ വാക്കും സാരാംശവും ഞാൻ പറയാം. പ്രേക്ഷകർ നിശ്ചയിച്ചോട്ടെ. മാധു ബഹളം വയ്ക്കാതിരിക്കെ. AK ബാലൻ പറഞ്ഞത് CPM-ന് കിട്ടേണ്ടിയിരുന്ന മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് പോയി. ഞങ്ങൾക്ക് കിട്ടിയത്, അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കിട്ടിയത് മതേതര വോട്ടല്ല, വർഗീയ വോട്ടാണ്. മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് പോയി എന്നാണ് AK ബാലൻ പറഞ്ഞത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഞാൻ പ്രേക്ഷകരോട് പറയുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം കഴിഞ്ഞ പ്രാവശ്യം വസീഫ് നേരത്തെ ശബരിയോട് കുറെ ന്യായമൊക്കെ പറഞ്ഞില്ലേ? വെറുതെ ഇരിക്കെ. ഇങ്ങനെ തോന്നുന്നു. ഇതിന്റെ അർത്ഥം അതല്ല അത് ശബരി പറഞ്ഞതും നിങ്ങൾ പറയുന്നു രണ്ടും രണ്ടാ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒന്നാണ്. നിങ്ങൾ രണ്ടാ പറയുന്നത്. അത് ഏത് മനുഷ്യനും ഏത് സമയത്തും ഇടപെടും. അത് ഏത് സമയത്തും ഇടപെടും. അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. അല്ലല്ല, എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പലിനെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന പാലക്കാടിന്റെ മഹാനായ പുത്രനെ തോൽപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വസീഫിന്റെ മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് വിളമ്പിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ എന്ന് പറയണം. ഞാനും കോൺഗ്രസുമായിട്ടാണ് ഡീൽ എന്ന് പറയുന്ന കാപട്യം പറയണം. തീർന്നില്ല. ഇപ്പോ അവിടെ 3 മുഖ്യമന്ത്രിമാരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം പോളിറ്റ് ബ്യൂറോ അംഗത്തെ നിർത്തി തേച്ച് ചുവരിൽ ഒട്ടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോ ഒരു കോൺഗ്രസ്സുകാരനെ വാടകയ്ക്കെടുത്ത് അവന് വേറെ ഏതോ ഒരു ചിഹ്നവും കൊടുത്ത് തൂക്കിയിട്ടിട്ട് ഇതാണ് ഞങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയാൻ നാണമില്ല വസീഫ്? മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങ് പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പറയാത്ത കാര്യം പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് അനുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സംബന്ധിച്ച് നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇടവേള ആവശ്യമാണ്. ശ്രീ കെ ശബരിനാഥ്, എന്താ ഇന്ന് ആ കൊട്ടിക്കലാശത്തിൽ വാഹനത്തിന് മുകളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് മതേതരത്വവും ജനാധിപത്യവും അടുത്തു നിൽക്കുന്നു എന്ന തരത്തിലുള്ള വിശകലനങ്ങൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഷാഫി പറമ്പിൽ കിട്ടിയത് മതം നോക്കിയുള്ള വോട്ടാണോ? അല്ല, ആദ്യമേ തന്നെ ശ്രീ സുരേഷ് അദ്ദേഹം ഈ ചർച്ച വന്ന മുതൽക്ക് തന്നെ അദ്ദേഹം പറയുന്ന തീവ്രമായിട്ടുള്ള വർഗീയതയാണ്. അത് പറയുമ്പോൾ തന്നെ ശ്രീ സുരേഷിന് ഫാക്റ്റുകൾ തെറ്റുകയാണ്. ആദ്യമായിട്ട് ശ്രീ വിജയരാഘവൻ ഷാഫിക്കെതിരെ മത്സരിച്ചിട്ടില്ല. ഇന്നലെ ശ്രീ K സുരേന്ദ്രൻ എന്തോ മഹാഭാരതം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയെന്നുള്ളത് നമ്മൾ സന്ദീപ് ഭായർ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ആദ്യമേ തന്നെ ഫാക്റ്റ് പഠിക്കൂ.
അവിടെ ശ്രീ വിജയരാഘവൻ ഷാഫിക്കെതിരെ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് വിജയരാഘവന് വോട്ട് കൊടുക്കാതെ ഷാഫി കൊടുത്തു പറഞ്ഞ് നിങ്ങളുടെ വാദം തെറ്റാണ്. അന്ന് ശ്രീധരനും ഷാഫി മത്സരിച്ചപ്പോൾ അവിടെ മികച്ച സ്ഥാനാർത്ഥി ഷാഫി വിജയിക്കണം, അത്ര തരത്തിലുള്ള ശ്രീധരന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങും വെളിയിൽ നിന്നുള്ള പോളിങ്ങും പടവും, പിന്നെ അദ്ദേഹം ഒരു നല്ല കാൻഡിഡേറ്റ് കൂടെ ആയിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഷാഫിക്ക് ജയിപ്പിക്കണം എന്നുള്ള വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിലും സത്യം പറഞ്ഞാൽ ശ്രീധരന് നിങ്ങൾ ഹൃദയത്തിൽ കൈവിട്ട് നോക്കൂ, ശ്രീധരന് മുനിസിപ്പാലിറ്റി ലഭിക്കേണ്ട പൂർണ്ണ നിങ്ങൾ വിചാരിച്ച വോട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങളുടെ പിന്നീടുള്ള അനാലിസിസ് വന്നത് എന്താണ്? ശ്രീധരന് കിട്ടുമെന്ന് വിചാരിച്ച ഫുൾ വോട്ട് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയില്ല. അത് ഷാഫിക്കാണ് പോയത്. ഷാഫി പറമ്പിൽ അവസാനം ഒരു വലിയ തീവ്ര പരീക്ഷണത്തിൽ വിജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മെറിറ്റ് കൊണ്ടാണ്. ഞാൻ പറയാം നിങ്ങൾ അനാലിസിസ് നോക്കൂ. ശ്രീധരന് നിങ്ങൾ വിചാരിച്ച, ഞാൻ കണക്കിലേക്ക് വരുന്നില്ല, എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം, നിങ്ങൾ വിചാരിച്ച വോട്ട് കിട്ടിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഷാഫി പറമ്പിൽ 3 തവണയായിട്ട് ജയിക്കുന്നതും അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലേ. ശ്രീകണ്ഠൻ ലോക്സഭയിൽ 10,000 വോട്ടിന് വേണ്ടി ലീഡ് ചെയ്തു. അതേപോലെ തന്നെ എല്ലാ ലോക്സഭാ ഇലക്ഷനും ആ സെഗ്മെന്റ് ലീഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യണം. ശ്രീ വസീഫ് പറഞ്ഞ ചില വികസന കാര്യങ്ങൾ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ശരിയാണെന്നായിരിക്കും. മോയിൻ സ്കൂളിന്റെ വിഷയം എത്രയോ നമ്മുടെ നിയമസഭയിൽ ശ്രീ രവീന്ദ്രനാഥ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ, ശിവൻകുട്ടി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചെയ്യാമെന്ന് പറയുന്നതല്ല, സർക്കാർ ഇത് ചെയ്യുന്നില്ല. അബ്ദുറഹ്മാനെ ഷാഫി പറമ്പിൽ എത്രയോ തവണ നിയമസഭയിലും സബ്മിഷനായിട്ടും ചോദ്യമായിട്ടും ചർച്ചയിലും സ്പോർട്സിലും ഒക്കെ പറയുമ്പോൾ ചെയ്യാത്ത കാര്യം ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള വസീഫും അതോടൊപ്പം സരനും ഭൂമിയിലും ചെയ്യാമെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. അതേപോലെ തന്നെ റഹ്മാൻ മിനിസ്റ്റർ അദ്ദേഹം വഖഫിന്റെ മിനിസ്റ്ററാണെന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. അതേ മുങ്ങി നടക്കുകയാണ്. മന്ത്രിമാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ പോലും പോകുന്നില്ല, അതിന് പകരം റീൽ എടുത്തും സെൽഫി എടുത്തും നടക്കുന്നേ ഉള്ളൂ. ഏത് മന്ത്രിയാണ് പറഞ്ഞത്? ഏത് മന്ത്രിയാണ് പറഞ്ഞത്? ഷാഫി പറമ്പില് വേറെ ഏത് MLA ക്കാളും ഏത് MLA ക്കാളും റെസ്പോൺസിബിൾ MLA ആണ്. പിന്നെ വസീഫ് എന്തോ ഞെട്ടിപ്പോയത് ഒരു കാര്യം ഞാൻ പറയാം MP രാജേഷ് നിങ്ങൾ ലീഡ് ചെയ്യാൻ കൊടുത്ത് ഞാൻ അതിലേക്കല്ല, ഞാൻ ചേലക്കരയിലേക്ക് വരാം. 28 വർഷം നിങ്ങളുടെ MLA യും സ്പീക്കറും മന്ത്രിയും ഞാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ രാധാകൃഷ്ണൻ MLA ആയിരുന്ന ചേലക്കരയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ റോഡുകൾ ഒറ്റപ്പാലത്ത് നിന്ന് ചേലക്കര പോകുന്നതിനെ കൊണ്ട് തിരിച്ച് ട്രിവാൻഡ്രം എത്താം. അത്രത്തോളം സമയം എനിക്കെടുത്തു. ഇത്രയും തകർന്നിരുന്ന ഒരു സംവിധാനം ഉള്ളിടത്ത് നിങ്ങൾ പാലക്കാടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാമീണ മേഖലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ പക്ഷേ ഈ പറഞ്ഞ BJPയുടെ തകർച്ച കാരണം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനുപരി നിങ്ങൾ പറഞ്ഞ SC മെഡിക്കൽ കോളേജ്, SC മന്ത്രി ആരായിരുന്നു? 2016-21 CK ബാലനല്ലേ? നിങ്ങളുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവല്ലേ? ആ ജില്ലയിലെ വിനോദ് വിഭാഗത്തിൻ്റെ നേതാവല്ലേ? അതേപോലെ തന്നെ പിന്നെ മന്ത്രിയായി വന്ന ആരാ? ശ്രീ MP രാജേഷാണ്. ആരോഗ്യമന്ത്രി ആരാണ്? ശ്രീ വീണ ജോർജാണ്. അതിനുമുമ്പ് ശൈല ടീച്ചറായിരുന്നു. 8 വർഷമായി ഈ കോളേജിന് വേണ്ടി ഒന്നും ചെയ്യാത്തത്, സർക്കാർ ചെയ്യാത്തത് പ്യുവറായിട്ടുള്ള രാഷ്ട്രീയം കാരണമാണ്. വളരെ ക്ലിയർ അല്ലേ? ആ മേഖലയിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള ആവശ്യം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോൾ എത്ര കോടി രൂപ ചെലവഴിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം പറ. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് UDF സർക്കാരിൻ്റെ സമയത്ത് അനുവദിച്ച പദ്ധതി 2016 അവസാനം 2017 അനുവദിച്ച് അത് കാലക്രമേണ മുന്നോട്ട് വന്നു. അത് ബഡ്ജറ്റിൽ വകുപ്പ് വെച്ചിരുന്നു. അടുത്ത സർക്കാർ മാറി വന്നപ്പോൾ അടുത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പെർമിറ്റ് പോകാൻ അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ നിന്നുള്ള കുട്ടികൾക്ക് പഠിക്കുവാനുള്ള കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളല്ലേ? എന്തുകൊണ്ട് കോന്നി മെഡിക്കൽ കോളേജ് നിങ്ങൾ പല കാര്യങ്ങളും പതുക്കെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഈ പറഞ്ഞ പാലക്കാടിൻ്റെ വിഷയം നിങ്ങൾ തടഞ്ഞു? കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ വിരുദ്ധതയ്ക്കെതിരെ BJPയുടെ രാഷ്ട്രീയ വിരുദ്ധത മുനിസിപ്പാലിറ്റിയിൽ, ഇവിടെ സ്റ്റേറ്റിന് രാഷ്ട്രീയ വിരുദ്ധത സ്റ്റേറ്റ് വിഷയങ്ങളിലെതിരെയും ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ അത്ര മോശപ്പെട്ടാണെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു കാര്യം പറയാം, അവിടെ കൃത്യമായിട്ട് സരിൻ, എനിക്കൊരു കാര്യം പറയാം, എൻ്റെ സുഹൃത്താണ് സരിൻ, അതൊക്കെയാണ്. പക്ഷെ 23-ന് ശേഷം സരിൻ്റെ കാര്യം എന്തോ ആണെന്നുള്ള എനിക്ക് വലിയ വ്യാകുലതയുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. അത്ര മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്തായാലും ഇവിടെ ഇരുന്ന് സുരേഷ് ഏട്ടൻ ശ്രീധരൻ സ്റ്റുഡിയോയിൽ ഇങ്ങനത്തെ വർഗീയത പറയുന്നത്, ഈ ചർച്ചയിലുള്ള അദ്ദേഹത്തിൻ്റെ 10 മിനിറ്റിലും അദ്ദേഹം ഒരു ഇലക്ഷന് വേണ്ടിയുള്ള യജ്ഞമായിരുന്നു. ഒരുപക്ഷേ ഈ പല ഇലക്ഷൻ സമയത്തിലും UPയിലൊക്കെ പറയുന്നത് പോലെ ഇത്ര പറഞ്ഞില്ലേ അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയായിട്ട് കാര്യം. ഞാൻ പറഞ്ഞു ഇലക്ഷൻ വരും പോകും, പക്ഷെ അതിനുശേഷം പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നേരത്തെ അങ്ങ് സന്ദീപ് വാര്യരുടെ കാര്യം പറഞ്ഞു. സന്ദീപ് വാര്യരെ പോലെ നിരന്തരമായ അത്ര പരാമർശങ്ങൾ നടത്തുന്ന ആൾ എന്നങ്ങ് പറഞ്ഞു. ഈ പറയുന്ന സന്ദീപ് വാര്യരെ പറ്റി CPMന്റെ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ അങ്ങ് ധാരാളമായി ഉപയോഗിക്കുകയും പരിചയിക്കുകയും ചെയ്യുന്ന ഇടമാണല്ലോ. അവിടെയൊക്കെ പറയുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ കിട്ടാക്കനി പുളിക്കുന്നതാണോ? എൻ്റെ മാധു, ഇവിടെ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഈ സന്ദീപ് വാര്യർ BJP എന്ന് പറയുന്ന ആ വർഗീയ കൂടാരത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയത്തെ അപ്പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെയെല്ലാം
ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് വരുന്ന സമയത്തുള്ള ഒരു സങ്കല്പത്തെക്കുറിച്ച്, ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് AK ബാലൻ സഖാവ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ പാർട്ടിയിൽ എടുക്കുന്നതിനെ കുറിച്ചല്ല. ഞങ്ങൾ പാർട്ടിയിൽ എടുക്കും എന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസിലേക്കുള്ള പോകാനുള്ള കാരണം എന്താ? മറ്റൊരു പാർട്ടിയിലും അദ്ദേഹത്തിന് എൻട്രി കിട്ടില്ല എന്നുള്ളതുകൊണ്ടാ. ഈ കാശ്മീരിലെ ജനങ്ങളുടെ കടുത്തിൽ കയറിട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, വന്നാൽ എന്നല്ല ഒരിക്കലും അല്ല. അദ്ദേഹത്തിന്റെ വർഗീയ നിലപാടുകളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം എന്താണ് എന്ന് അറിയണം. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഇന്ന് വൈകുന്നേരം തന്നെ കൂട്ടി തങ്ങൾ അങ്ങ് മാലയിട്ട് സ്വീകരിച്ച് ഇങ്ങനെ റോഡ് ഷോയിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം പറഞ്ഞ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയം മാറും എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഒരിക്കലും അദ്ദേഹത്തെ എടുക്കാൻ പോകുന്നില്ല. AK ബാലൻ സഖാവും അതുപോലെ തന്നെ MB രാജേഷും ഒക്കെ പറഞ്ഞത് എന്താന്നുള്ളത് അവിടെയുണ്ട്. അതൊരു ഇന്റർവ്യൂയുടെ തുടർച്ചയായുള്ള ഒരു മണിക്കൂർ നേരത്തെ ഇന്റർവ്യൂവിനിടയിൽ സംഭവവികാസങ്ങളാണ്. അല്ലാതെ അതെ, അത് ഒരു മണിക്കൂർ നേരത്തെ ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സകല CPM സഖാക്കളും കൊടുത്ത കോൺട്രാക്ട് സർട്ടിഫിക്കറ്റിന്റെ ഒരു കെട്ട് ശേഖരവുമായിട്ടാണ് കോൺഗ്രസിലേക്ക് വന്നത്. നിങ്ങൾക്ക് മിണ്ടാൻ കഴിയാതെ എല്ലാ വാതിലും ഒരിക്കലുമല്ല. ഞങ്ങൾ മിണ്ടാതിരുന്നത് എവിടെയാ? എല്ലാ വാതിലും മുട്ടിക്കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എത്തേണ്ടിടത്ത് എത്തിയത്. കാരണം കോൺഗ്രസിന്റെയും BJPയുടെയും അതിർവരമ്പുകൾ വളരെ നേർത്തതായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് ആകാം, ആർക്ക് വേണമെങ്കിലും BJP ആകാം. അത് തമ്മിലുള്ള ആ ഒരു അന്തരം വളരെ നേർത്തതാണ്. കാരണം RSSന്റെ ശാഖക്ക് കാവൽ നിന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ K സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റാണ് ഇന്ന് കേരളത്തിന്റെ കോൺഗ്രസിന്റെ നേതൃത്വം. VD സതീശൻ സവർക്കറുടെയും ഗുരുജി ഗോൾവാൾക്കറുടെയും ചിത്രത്തിന് മുമ്പിൽ കൈകൂപ്പി വിനയാന്വിതനായി നിന്ന VD സതീശനാണ് കോൺഗ്രസിന്റെ നേതൃത്വം. അവരോടൊപ്പം ഈ പറയുന്ന സന്ദീപ് വാര്യർക്കും നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പിന്നെ ഇവിടെ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ വെല്ലുവിളിച്ച് ചോദിച്ചു, എത്ര രൂപയാണ് നിങ്ങൾ അനുവദിച്ചത് എന്ന്. ഒരു രൂപയെങ്കിലും അനുവദിച്ചിട്ടാണ് ഒരു വർത്തമാനം ഒരു രൂപയെങ്കിലും മെഡിക്കൽ കോളേജിന് അനുവദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കായിരുന്നു. ഇവിടെ എല്ലാ വികസനവും ആരാണ് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ നേതാക്കന്മാരല്ല അവരുടെ കൂടെയുള്ളത്. ജാവേദേക്കർ വഴിയിൽ കാണുമ്പോ ഞങ്ങള് വഴിയിൽ കാണുമ്പോ കൈ കൊടുക്കാത്തത് നിങ്ങളാണ്. വഴിയിൽ കാണുമ്പോ കൈ കൊടുക്കാത്തത് നിങ്ങളുടെ വീട്ടിൽ വന്ന RSSകാരുടെ പേര് ഞാൻ പറയണോ? നിങ്ങളുടെ വീട്ടിൽ വന്ന RSSകാരുടെ പേര് ഞാൻ പറയണോ? നിങ്ങൾക്ക് ക്ഷണിക്കാൻ വന്ന RSSകാരുടെ പേര് നാട്ടിലുണ്ടാകും. അങ്ങനെയൊക്കെ RSSകാരും സുരേഷ് നിങ്ങളുടെ കൈ പിടിച്ചാൽ നിങ്ങൾക്ക് കൈ കൊടുക്കില്ലേ? നിങ്ങളുടെ വീട്ടില് സുരേഷ് വന്നാൽ നിങ്ങൾ കയറ്റിയിരുത്തില്ലേ? നിങ്ങളുടെ വീട്ടിൽ സുരേഷ് വന്നാൽ നിങ്ങൾ കയറ്റിയിരുത്തില്ലേ? ഈ സന്ദീപ് വാര്യരെ അത് ഞാൻ പറയുന്നില്ല. ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഒരു അങ്ങനെയല്ല. അല്ല, EP ചായ ബിസ്ക്കറ്റ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? EP ചായ ബിസ്ക്കറ്റ് കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നാലും സുരേഷ് നിങ്ങളുടെ വീട്ടിൽ വന്നാലും നിങ്ങൾ സുരേഷിന്റെ വീട്ടിൽ പോയാലും അത് നിങ്ങളുടെ കാര്യം. അല്ലാതെ ഇവിടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചത് ആരാ? നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയല്ലേ രാമക്ഷേത്രത്തിന് വെള്ളിഷ്ടിക കൊടുത്തത്? നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവല്ലേ BJPക്ക് 170 കോടി രൂപ കൊടുത്തത്? മറന്നുപോയോ? എൽദോസ് കുന്നപ്പള്ളിയല്ലേ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം സംഭാവന ചെയ്തത്? അത് അഭിമാനമാണ് എന്ന് പറഞ്ഞത്? ഒരു വാക്കുകൊണ്ടെങ്കിലും നിങ്ങൾ അതിനെതിരെ പറഞ്ഞോ? ഇല്ലേ? സംഭവിച്ചിട്ടില്ലേ? പ്രിയങ്ക ഗാന്ധിക്കെതിരെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ പറയില്ല. കാരണം നിങ്ങളും കോൺഗ്രസും BJPയും തമ്മിലുള്ള പിന്നെ വികസനത്തെ കുറിച്ച് അല്ല ഉഴത്തിൽ പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ.
ഞാനൊന്ന് ഏറ്റവും പൂർത്തീകരിച്ചോട്ടെ. ആ, അല്ല, പൂർത്തീകരിച്ചോ. ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ കെ. ശബരിനാഥൻ മാത്തൂരും ഇവിടെ മാത്തൂര് കണ്ണാടി പോലെയുള്ള പ്രദേശങ്ങൾ, ആ പ്രദേശത്തും നിങ്ങൾ ഗ്രൗണ്ടിന് പോയിട്ട് തറക്കല്ലിട്ടു. ആര്? നിങ്ങളുടെ MLA. വർഷങ്ങളായി എല്ലായിടത്തും പോയി തറക്കല്ലിടുക. നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട് ആട് പ്ലാവില കടിച്ചതുപോലെയെന്ന്. ഒരിക്കൽ കടിച്ചാൽ പിന്നെ അവിടെ പിന്നെ കടിക്കില്ല. അങ്ങനെ സകല സ്ഥലത്തും പോയി കല്ലിട്ട് വരിക, ഫോട്ടോ എടുക്കുക, ബോർഡ് വെക്കുക, ഫ്ലെക്സ് വെക്കുക, എന്നിട്ട് എല്ലാം നമ്മൻ്റെതാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുക. എന്നാൽ ഇതിൻ്റെ പിന്നാലെ നടന്ന് അല്പം ബുദ്ധിമുട്ടണം ഈ വർക്കൊക്കെ ഒന്ന് പൂർത്തീകരിക്കാൻ. ശബരിനാഥ് MLA ആയിരുന്നല്ലോ, അന്ന് ഇടപെട്ടുന്ന രീതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ശബരിനാഥിന് അറിയാലോ. നിങ്ങളും ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്ക്. ഏത് പ്രവർത്തനത്തിനാണ് ഒരു പൂർത്തീകരണം ഉണ്ടായത്? ഒന്നിനും പൂർത്തീകരണം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് മുനിസിപ്പാലിറ്റിയെ കുറ്റം പറയാ. ഞാൻ അതാ പറഞ്ഞത്, ഈ മുനിസിപ്പാലിറ്റിയെ ഇതിനു മുൻപ് എന്തെങ്കിലും അഭിപ്രായം പറയാൻ, മുനിസിപ്പാലിറ്റിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ തയ്യാറാകാത്തവർ ഇപ്പോൾ ഒന്ന് പറയാ. എല്ലാ കാര്യത്തിനും ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളെ കുറിച്ചൊക്കെ ആക്ഷേപഹാസ്യം പറയുന്ന, പോസ്റ്റ് ഇടുന്ന ഈ പറയുന്ന ഷാഫി പറമ്പിൽ MLA എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കെതിരെ കഴിഞ്ഞ 13.5 വർഷമല്ലോ ഇവിടെ MLA? 13.5 വർഷം ചെറിയ കാലയളവല്ല. പാലക്കാടും വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രദേശമാകേണ്ടതായിരുന്നു. ശ്രീ എസ് സുരേഷ് നോക്കൂ, ഇത് ഇവിടെ തുടങ്ങിയതല്ല. MR അജിത് കുമാർ വിഷയം മുതൽ ഈ പറയുന്ന RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ചർച്ചയായി വരുന്നു. ഇപ്പോ വസീഫ് പറയുന്നു ഇവിടുന്ന് RSS നേതാക്കൾ ഈ കോൺഗ്രസ് നേതാക്കളുടെ വീട് കയറി ഇറങ്ങുകയാണ് എന്ന രീതിയിലുള്ള വിമർശനം വരെ ഉണ്ടാകുന്നു. നിങ്ങൾ ഈ അന്തർധാര എന്ന് പറയുന്നത് നിങ്ങളൊരു വലിയ അഭിമാനമായി കാണുന്നതാണോ, അതൊരു വിമർശനമാണ്? അതിനെ അങ്ങനെ തന്നെ എതിർക്കാനുള്ള തയ്യാറെടുപ്പാണ് നിങ്ങൾക്കുള്ളത്? മാധു, ഞങ്ങൾ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലും ഞങ്ങളാണ് ഉള്ളത്. കോൺഗ്രസ്സുകാരൻ ഭരിച്ചിരുന്ന ഇന്ത്യ മുഴുവൻ ഭരിക്കുന്നത് BJP ആണ്. ഞങ്ങൾക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപോലെ നശിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് രണ്ടും ഒരുമിച്ച് നശിപ്പിക്കുക. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്നാണോ കേരളത്തിൽ അവസാനിക്കേണ്ടത്, അന്ന് ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് BJP ആണ്. അതിലേതൊരു സംശയവുമില്ല. ഇനി ശബരിനാഥിൻ്റെ പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ ശബരിനാഥിൻ്റെ പാർട്ടി ഒരിക്കലും ഭരണപക്ഷത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന് ഇനി കേരളത്തിലോ ഇന്ത്യയിലോ ഭരണം കിട്ടാൻ പോണില്ല. അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് ഇവർ വഖഫ് മുന്നണിയും ഇന്ത്യ മുന്നണിയും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഈ മുന്നണികൾ ഒരുമിച്ച് പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കി ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഡീലിനെ സംബന്ധിച്ച് ലോകത്തിന് മുഴുവൻ അറിയാമെന്നിരിക്കെ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ചില കസർത്തുകൾ നടത്തുന്നതല്ലാതെ അതിൽ ഒരർത്ഥവും ഇല്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കുന്നു. ഇനി മറ്റൊന്ന്, ഇവിടെ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ വസീഫ് MLA കുറിച്ച് പറഞ്ഞതെല്ലാം ഞാൻ വസീഫിനോട് യോജിക്കുന്നു. എനിക്ക് ഈ കാര്യത്തിൽ വസീഫിൻ്റെ അഭിപ്രായം തന്നെയാണ്. MLA എന്ന് പറഞ്ഞാൽ റീൽ എടുക്കാനും സെൽഫി എടുക്കാനും കല്ലിടൽ നടത്താനും. MLA കുറിച്ച് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഞാനും കേട്ടല്ലോ. എനിക്ക് രണ്ട് ചെവിയും കേൾക്കാം മാധു, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ വസീഫ് MLA കുറിച്ച് പറഞ്ഞത് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇനി മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറയാം. മുനിസിപ്പാലിറ്റിയിൽ 9 വർഷമായിട്ട് BJP ആണ് ഭരിക്കുന്നത്. ആ മുനിസിപ്പാലിറ്റിയിൽ അമൃത് പദ്ധതി പ്രകാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെ 220 കോടി രൂപ കൊണ്ടുവന്ന 163 പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രധാനമന്ത്രി സഡക്ക് യോജന പ്രകാരം 186 കോടി രൂപയും 248 കിലോമീറ്റർ ദൂരത്തേക്കുള്ള റോഡിൻ്റെ പണിയും അവിടെ പൂർത്തിയായി. ആവാസ് യോജന അർബൻ വഴി 10,326 വീടുകൾ ഞങ്ങൾ വച്ചുകൊടുത്തു. ആവാസ് യോജന റൂറൽ പ്രകാരം 4,789 വീടുകൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. അവിടെ മുനിസിപ്പാലിറ്റി ഇൻഡസ്ട്രിയൽ കോറിഡോർ 3,800 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ കോറിഡോർ നരേന്ദ്രമോദി പാലക്കാടിന് അനുവദിച്ചു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി സമഗ്രമായിട്ടുള്ള പദ്ധതി പൂർത്തിയായി കഴിഞ്ഞു. അവിടെ നിന്നുള്ള ദേശീയപാതകളുടെ വികസനം മുഴുവൻ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നരേന്ദ്രമോദി സർക്കാരും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയും ചേർന്ന് നടത്തിയതിന് സമാനമായിട്ടുള്ള വികസനം ഈ 65 വർഷത്തെ ചരിത്രത്തിൽ ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതേ. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് EMS മുതൽ പിണറായി വരെ, കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ ഇത്രയും കാലം ഭരിച്ച UDFും LDFും പാലക്കാടിന് നൽകിയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനും BJPയുടെ മുനിസിപ്പൽ കൗൺസിൽ
കൗൺസിലിനും അവിടെ ചെയ്യാൻ സാധിച്ചു എന്ന് അഭിമാനിക്കുന്ന പാർട്ടിയാണ് BJP. അവിടുത്തെ നാട്ടുകാർക്ക് അത് നന്നായിട്ട് അറിയാം. ഞാൻ അവസാനിപ്പിച്ചു. ദേശീയപാത വികസനവും റെയിൽവേ സ്റ്റേഷൻ വികസനവും ഒക്കെ മുനിസിപ്പാലിറ്റി നടത്തിയതാണോ? ആ മുനിസിപ്പാലിറ്റിയുടെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരുടെയും മുനിസിപ്പാലിറ്റിയുടെയും പരിശ്രമ ഫലമായിട്ട് അവിടെ കൊണ്ടുവന്ന പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ളത് അവിടെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പദ്ധതികളാണ്. ഇനി തീർന്നില്ല. ഒരു കാതലായ വിഷയത്തിൽ അവരെ രണ്ടുപേരെയും കൊണ്ട് ഉത്തരം പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മാധു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. ഞാൻ അത് ചോദിക്കട്ടെ. എന്നെ നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്നു. ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ 80% വരുന്ന ജനതയുടെ ഒരു വേവലാതിയാണ് ഞാൻ മുന്നിൽ വെച്ചത്. അതിലിവിടുത്തെ ഹിന്ദു സമൂഹമുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹമുണ്ട്, ഒരു ന്യൂനപക്ഷമാണെങ്കിലും കുറച്ച് മുസ്ലിം സമൂഹവും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു, ചാവക്കാട് ഉൾപ്പെടെ. അത് വഖഫാണ്. ഞാൻ പറയുന്നു, മറ്റന്നാൾ 48 മണിക്കൂറേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഇവിടെ പിണറായി വിജയനും VD സതീശനും ചേർന്ന് ഈ കേരളത്തിലെ 80% വരുന്ന ഹിന്ദുവിനോടും ക്രിസ്ത്യാനിയോടും അതോടൊപ്പം തന്നെ ഒരു ന്യൂനപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനോടും മാപ്പ് പറയണം. ഈ നീചമായ വഖഫിന് അനുകൂലമായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന അസംബ്ലിയിൽ പ്രമേയം കൊണ്ടുവന്നത് ഞങ്ങൾ മാപ്പാക്കണം. ഞങ്ങൾ ഒരാളിനെയും ഒഴിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. നിങ്ങൾ വസീഫയുടെ പറഞ്ഞു ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. വസീഫെ, ഞാനിതാ ഇവിടെ വെച്ച് നിങ്ങളോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നു, 48 മണിക്കൂറല്ലേ പാലക്കാട്ടുള്ളൂ, നിങ്ങൾ എങ്ങനെ പരിഹരിക്കും? നിങ്ങൾ ഈ ശബരിനാഥിന്റെ സർക്കാർ കൊണ്ടുവന്ന 1995 ഭേദഗതിയോ 2013 നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൊണ്ടുവന്ന ഭേദഗതിയോ ഈ കേരളത്തിൽ നിൽക്കും കാലം നിങ്ങൾക്ക് ഈ പാവപ്പെട്ടവന്റെ കുടിയിറക്കിയേ പറ്റൂ. അതിന് നിങ്ങൾ ഒത്താശ ചെയ്യുകയാണ്. ഇതെങ്ങനെ പരിഹരിക്കും? നിങ്ങൾ രണ്ട് കൂട്ടരും പോസിറ്റീവായ പ്രതികരണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. മാധുവിന്റെ മാതൃഭൂമിയിൽ ഇന്നൊരു ന്യൂസ് ഉണ്ടോ, ഒന്ന് വായിക്കേ. സുന്നി വിഭാഗം AP വിഭാഗവും EK വിഭാഗവും പറയുന്നു, മുനമ്പ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ല കൽപ്പാത്തി ഉൾപ്പെടെയുള്ള എല്ലാം വഖഫ് തന്നെ, അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സമസ്ത പറഞ്ഞിരിക്കുന്നു വിട്ടുകൊടുക്കാൻ പറ്റില്ല. വിട്ടുകൊടുക്കോ? ശബരിനാഥ് വിട്ടുകൊടുക്കോ? ബന്ധപ്പെട്ട രാഷ്ട്രീയ ഐക്യവും ഇരുട്ടുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പോലും ഒരു ജനതയെ അവരുടെ ജീവിക്കാൻ കൂട്ടുനിൽക്കരുത്. ശരിയല്ല. UDF-നും LDF-നും ശരിയല്ല. പാവപ്പെട്ടവൻ അവിടെ ജീവിച്ചു പോട്ടെ. അവനെ കുടിയൊഴിപ്പിക്കാൻ നിങ്ങൾ എന്തിനാ അസംബ്ലി പ്രമേയം കൊണ്ടുവന്നേ? ഞങ്ങൾക്ക് ചോദിക്കാനോ? മറുപടി കിട്ടാനല്ലേ? നിർത്തിയാലേ മറുപടി കിട്ടൂ. അങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന ടെമ്പറേച്ചർ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രം മറുപടി കിട്ടില്ല. കുടിയൊഴിപ്പിക്കൽ വൈകാരിക വിഷയം മാതൃഭൂമിക്ക് വിഷയമല്ല. നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയം. അല്ലല്ല, ഇത് നോക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല, അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് പറയാൻ തന്നെയാണ് അങ്ങേ ബഹുമാനത്തോടു കൂടി ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പക്ഷെ മറ്റാരും മിണ്ടാതെ കേട്ടോളാം എന്ന നിലപാട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മറ്റാരും മിണ്ടാതെ മുന്നോട്ട് പോകണം എന്നുള്ള നിലപാട് പറ്റില്ല. അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടാനാണെങ്കിൽ ചോദ്യം ഉന്നയിച്ച് മിണ്ടാതിരിക്കണം, അല്ലാതെ നടക്കില്ല. എനിക്ക് മാധുമായി മനുഷ്യാവകാശം വിഷയമല്ലെങ്കിൽ BJPക്ക് വിഷയമാണ്. അങ്ങ് വഖഫ് അങ്ങയുടെ പാർട്ടിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ സൂപ്പർ പ്രൈം ടൈമിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടും നിങ്ങളുടെ പാർട്ടിയോടും കൂടി ചോദിക്കൂ, എന്താണ് നിലപാട്? എന്താ ശ്രീ ശബരിനാഥൻ മറുപടി? ഇതിൽ വളരെ ക്രിയാത്മകമായിട്ട് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പടി മുന്നിലായി ഇന്ന് UDF-ന്റെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോൾ ലീഡറായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം മെത്രാൻ സമിതിയിലെ 16 മെത്രാന്മാർ തീരുമാനത്തിലേക്ക് എത്താമെന്ന് പറയും. അത് അഫക്റ്റഡ് പാർട്ടിയാണ്. ഞാൻ പറയട്ടെ സുരേഷ് ഞാൻ പറയട്ടെ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം.
ഞാൻ അവരെ സ്പെസിഫിക് എങ്ങനെ ഉത്തരം അവിടെ സുരേഷിനോട് അങ്ങ് പറയാം. നിർത്തിയാലല്ലേ അവിടെ പറയാൻ ഇന്ന് ഒന്ന് പറയട്ടെ അവിടുന്ന് ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് മീറ്റിംഗ് നടത്തിയത് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ വിഭാഗങ്ങളുടെ ഒരുപക്ഷെ നേതാക്കളായിട്ടുള്ള മെത്രാൻ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 16 സീനിയർ വൈദികർ ചേർന്നെടുത്ത തീരുമാനമാണ്. അവർക്ക് ആ വിഷയത്തിൽ UDF പറഞ്ഞ ശ്രീ തങ്ങൾ പറഞ്ഞ വിഷയത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്. അവർ എഫക്റ്റഡ് പാർട്ടിയാണ്. നിങ്ങളെക്കാളും ആ വിഷയത്തിൽ മുനമ്പം വിഷയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 3 പാർട്ടികളെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പറയട്ടെ, ഞാൻ മറുപടി പറയട്ടെ. അതിന് അഫക്റ്റഡ് പാർട്ടി ആയിട്ടുള്ള ലത്തീൻ സഭയുടെ മെത്രാൻ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപതയിലെ ബിഷപ്പ് ആ വിഷയത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള തീരുമാനം എടുക്കുമെന്ന് പറയുമ്പോൾ അവർ സുരേഷ് എന്ന BJP നേതാവിനേക്കാളും അതൊരു ക്രെഡിബിലിറ്റി കാണുന്നത് UDF-നുമാണ്. ശ്രീ തങ്കണ്ണത്തെ അവർ അഫക്റ്റഡ് പാർട്ടീസ് ആണ്. അവർ തീരുമാനം എടുത്തോളും. നിങ്ങൾ കാണുന്ന രാഷ്ട്രീയ വിദ്വേഷം കാണാതെ ഒരുമിച്ച് അത് പ്രതിപക്ഷവും സർക്കാരും നിങ്ങളും നമ്മളെല്ലാവരും ചേർന്ന് തീരുമാനം എടുക്കാം. പക്ഷെ നിങ്ങൾ പറയുന്ന വേണ്ടി അതിന്റെ വക്രീകരിക്കാൻ ശ്രീ വസീഫ്, ആവേശകരമായ പ്രചാരണം എന്തായാലും സമാപിച്ചിരിക്കുന്നു. കൊട്ടിക്കലാശവും പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളിൽ പാലക്കാട്ടെ ജനതയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, ഈ മണ്ഡലത്തിലെ 13.5 വർഷത്തെ വികസന മുരടിപ്പ് തന്നെയാണ്. ഇവിടെ ഒരു MLA-യുടെ സാന്നിധ്യമില്ല. അതായത് വികസനം ചർച്ച ചെയ്യുന്ന, വികസനത്തിന് ഇടപെടുന്ന ഒരു MLA ഇല്ല എന്നുള്ളത് ചർച്ച ചെയ്യും. പിന്നെ ഇവിടെ കോൺഗ്രസിലെയും BJP-യിലെയും അഭിപ്രായ വ്യത്യാസങ്ങൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആകട്ടെ ഒരേ പേരും ഒരേ ചിഹ്നവും ചുമരിൽ ഒട്ടിച്ചു വെക്കും. അതിൽ ഈ നിയമസഭയും വാർഡ് കൗൺസിലർ എന്നുള്ള ആ പേരും മാത്രം മായ്ച്ചു വെച്ച് അതേ പേരും അതേ ചിഹ്നവും വെക്കുന്ന ഇവിടുത്തെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് BJP-യുടെ ഭാഗത്തു നിന്നാണ്. അതിനെതിരെ ഈ നാട്ടിലെ BJP-ക്കാർ പ്രതികരിക്കും. അതോടൊപ്പം കോൺഗ്രസിൽ അവർക്ക് വേണ്ടാത്ത, DCC-ക്ക് വേണ്ടാത്ത, ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥി എന്ന് അവർ രേഖാമൂലം എഴുതി നൽകിയ ഒരു പരാതിയും അതിനെ തുടർന്ന് 10 വിക്കറ്റുകൾ 10 പേര് ഈ പ്രധാനപ്പെട്ട ഇന്ന് രാജിവെച്ച ഭാസ്കരൻ ഉൾപ്പെടെ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇവിടെ ഒരു ഉപജാപക സംഘമാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇവർ ഡീലുണ്ടാക്കി മുനിസിപ്പാലിറ്റി BJP-ക്ക് കൊടുത്ത് നിയമസഭ ഇങ്ങോട്ട് വാങ്ങി വെക്കുന്ന ഒരു രീതിയുണ്ട്. അതോടൊപ്പം വർഗീയതയെ കൂട്ടുപിടിച്ച്, ധ്രുവീകരണ രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് പരസ്യമായി SDPI വെള്ളിയാഴ്ച പള്ളികൾക്ക് മുൻവശത്ത് വന്ന് നോട്ടീസ് വിതരണം ചെയ്യുന്ന കാഴ്ച ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയാണ്. അങ്ങനെ UDF-ന് വേണ്ടി വോട്ട് പിടിക്കുന്ന SDPI ഈ നഗരത്തിലാണ് പച്ചക്കൊരു മനുഷ്യനെ കൊലപ്പെടുത്തി ഇവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി, ഇവിടെ വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച SDPI-ക്കാർ ആ SDPI-യുടെ കൊടി ഉയർത്തിപ്പിടിക്കണോ വേണ്ടേ എന്നുള്ള ചോദ്യവും ഈ മണ്ഡലത്തിലുണ്ടാകും. അങ്ങനെ വികസനവും അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയും എല്ലാം ഈ നാട് ചർച്ച ചെയ്യും. അതോടൊപ്പം 1.5 വർഷക്കാലയളവിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. സ്വതന്ത്രനായി മത്സരിക്കുന്ന BJP-യോട് അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും എല്ലാം വോട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കഴിവുള്ള, പ്രാപ്തിയുള്ള, മിടുക്കനായ ഡോക്ടർ P. സരിന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലസ്കോപ്പ് അടയാളത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട്. തിരുവനന്തപുരവും കൊച്ചിയും കഴിഞ്ഞാൽ വലിയ വികസനം വരേണ്ടിരുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. ഇതൊരു വ്യവസായ നഗരമായി മാറേണ്ടതായിരുന്നു. ഇവിടെ കഞ്ചിക്കോടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 236 ഏക്കർ സ്ഥലം കോച്ച് ഫാക്ടറിക്ക് ഏറ്റെടുത്ത് കൊടുത്ത ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്, പിണറായി വിജയൻ ഗവൺമെൻറ്. ഈ BJP ഭരിക്കുന്ന കേന്ദ്രം അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, 8 വർഷമായി പൊളിച്ചിട്ട ഒരു ടൗൺ ഹാള് പോലും നിർമ്മിക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് ഈ നാട് വോട്ട് ചെയ്യുക? ഈ മുനിസിപ്പാലിറ്റിയിലും അതേപോലെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം ഒരു വികസനത്തിൻ്റെ ഒരു ഇടപെടലും നടത്താതെ എല്ലാം പ്രകടനപരതയിൽ മാത്രം കാണുന്ന ഒരു MLA എങ്ങനെയാണ് ഈ നാട് അംഗീകരിക്കുക? അതിൻ്റെ തുടർച്ചയായി തീർത്തും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മാത്രം കാണുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ ഈ ജനങ്ങൾ അതൊന്നും വിശ്വാസത്തിലെടുക്കില്ല. തീർച്ചയായിട്ടും ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തും. ഇടതുപക്ഷത്തിന് വലിയ എഡ്ജ് ഇവിടെ ഉണ്ടാകും, വലിയ മുന്നേറ്റമുണ്ടാകും. ഈ പാലക്കാട്ടുകാരനായ ഡോക്ടർ P. സരിൻ
വലിയ മുന്നേറ്റം വസീഫ്, ഈ പക്ഷേ മണ്ഡലത്തിൽ അപ്പോഴും ഉണ്ടാക്കി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഐതിഹാസികമായ അടിസ്ഥാനപരമായി വിജയം ഇവിടെ കോൺഗ്രസ്സുകാർ നേടും തന്നെയാണല്ലോ. എന്ന് തന്നെയാണ്. അതെ, അതിൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഈ ഉപജാപക സംഘങ്ങളെ ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു, നെഹ്റുവിനെയും ഗാന്ധിയെയും ഒക്കെ വായിച്ച് മനസ്സിലാക്കി കോൺഗ്രസിലേക്ക് വന്ന മിടുക്കനായ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. വായിച്ചറിഞ്ഞ കോൺഗ്രസ് അല്ല, ജീർണിച്ച കോൺഗ്രസ് ആണ് ഇന്ന് ഈ നാട്ടിലുള്ളത് എന്ന ബോധ്യത്തിനടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്തു വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ആ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നത്. ഈ കോൺഗ്രസിലെ നെഹ്റുവിയൻ കോൺഗ്രസ്സുകാർ, അതായത് സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൾ, മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസ്സുകാർ, യഥാർത്ഥ കോൺഗ്രസ്സുകാരെല്ലാം സ്റ്റെതസ്കോപ്പിന് വോട്ട് ചെയ്യും. ആ വോട്ടിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ വോട്ടിലൂടെ BJPയുടെ അഭിപ്രായ വ്യത്യാസം, കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം എല്ലാം ഞങ്ങൾക്ക് വോട്ടായി മാറും. ഈ നാട്ടിൽ മതനിരപേക്ഷത നിലനിന്ന് കാണണം. SDPIയുമായി കൂട്ടുപിടിച്ച് വോട്ട് തേടുന്ന ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെയും എല്ലാമുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് ഞങ്ങൾ വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കും. ഇതിനോടൊക്കെ ഈ ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായും ഞങ്ങൾക്കുള്ളത്. ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം പൂർത്തിയായിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളാണ്. പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ നേതാവാര്, അവരെ മുന്നോട്ട് നയിക്കേണ്ടതാര്, അവരെ പ്രദാനം ചെയ്യേണ്ടതാര് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള നിശബ്ദമായ മണിക്കൂറുകൾ. 20-ാം തീയതി വിധിയെഴുത്ത്, 23-ന് ഫലമായി. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്.